തൃശൂർ അതിരപ്പിള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. വാഴച്ചാൽ ശാസ്തപർവം ഊരിലെ സതീഷും അംബികയുമാണ് മരിച്ചത്. വിവരങ്ങളുമായി ഡാനി പോൾ. ഡാനി, ഇത് 2 ദിവസത്തിനിടെ ഇന്നലെ ഒരു മരണത്തിന്റെ വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 പേരുടെ കൂടി മരണവാർത്ത വരുന്നത്. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? എന്തൊക്കെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്? ശ്രീജ, തുടർച്ചയായി ഈ അടുത്ത ദിവസങ്ങളിലെ തുടർച്ചയായി 3ാമത്തെ മരണമാണ് ഇപ്പോൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ അതിരപ്പള്ളിയിലെ ഈ ടൂറിസ്റ്റ് സ്പോട്ടിനൊക്കെ സമീപം, അവിടെ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിന് സമീപമായിട്ട് അവിടെ കുടിൽ കെട്ടി വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിലുള്ളവരാണ് 2 പേര്, അംബികയും സതീഷൻ എന്ന് പറയുന്നവർ 2 പേരും. കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനക്കൂട്ടത്തെ കണ്ട ഇവർ ഭയന്ന് ഓടിയിരുന്നു. ആ ഭാഗത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു. ഇതിനുശേഷം ഈ സംഭവത്തിന് ശേഷം ഇവരെക്കുറിച്ച് കാര്യമായ വിവരം ഉണ്ടായിരുന്നില്ല. ഇന്നാണ് ഇവർ പുഴയിൽ മരിച്ച് കിടക്കുന്ന നിലയിൽ അവരെ കണ്ടെത്തിയത്. കാട്ടാനക്കൂട്ടത്തിൻ്റെ ആക്രമണത്തിന് ഫലമായിട്ടാണ് ഇവർ 2 പേരും തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 2 പേരും മൃതദേഹം ഇപ്പോൾ പ്രാഥമികമായ നടപടികൾക്ക് ശേഷം മാറ്റിയിട്ടുണ്ട്. വനവിഭവങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അങ്ങനെ ആ മേഖലയിൽപ്പെട്ട ആദിവാസികളിൽപ്പെട്ട പലരും തന്നെയും ഈ മേഖലയിലെല്ലാം തന്നെ എങ്ങനെ ചെറിയ മാടങ്ങൾ കെട്ടി, കുടിലുകൾ കെട്ടി എല്ലാം തന്നെ കാടിനോട് ചേർന്നെല്ലാം തന്നെ താമസിക്കുന്നുണ്ട്. പലപ്പോഴും ഇവർ തന്നെയാണ് ഇതിന് ഇരയാകുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സെബാസ്റ്റ്യൻ, 20കാരനായ സെബാസ്റ്റ്യൻ മരിച്ചത് ഇത് തന്നെയാണ്. ആദിവാസി അടിച്ചിൽ ഉന്നതി പ്രദേശത്ത് ആ കോളനി സ്വദേശിയാണ്. ഇവരും ഉന്നതി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത്. പിന്നീട് ഈ വനവിഭവങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവരെ ഇപ്പോൾ പറയുന്ന ഈ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള ഇടങ്ങളിലേക്ക് കുടിൽ കെട്ടി താൽക്കാലികമായിട്ട് മാറിയിട്ടുള്ളത്. ഇവരാണ് ഇന്നലെ കാട്ടാനക്കൂട്ടത്തിൻ്റെ മുന്നിൽപ്പെടുന്നതും ആക്രമണത്തിന് ഇരയാകുന്നതും. ഇന്ന് രാവിലെ നാട്ടുകാർ നടത്തിയ തെരച്ചിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ മേഖലയിൽ നമ്മൾ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതാണ് കാട്ടാനക്കൂട്ടം നിരവധിയായി ഇറങ്ങുന്നത്. അത് എല്ലാം തന്നെ ഈ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക്, ജനവാസ കേന്ദ്രങ്ങളിലേക്കെല്ലാം അധികമായി തന്നെ ഇറങ്ങുന്നുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ ഇവരെ തടയുന്നതിനൊന്നും തന്നെ സാധിക്കുന്നില്ല എന്ന പരാതിയും എല്ലാം തന്നെ വ്യാപകമായി നിൽക്കെ തന്നെയാണ് ഇപ്പോൾ 2 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തയിടെ തുടർച്ചയായി ആദിവാസി മേഖലയിൽ, പ്രത്യേകിച്ച് ഈ അതിരപ്പള്ളി വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് ഇത് പതിവാകുകയാണ്. ഇതിൽ സെബാസ്റ്റ്യൻ കൊല്ലപ്പെടുന്നതിന് 1 ദിവസം മുൻപ് മറ്റൊരാൾ കൂടി ഇവിടെ കാട്ടാനക്കൂട്ടത്തിൻ്റെ ആക്രമണത്തിന് ഇരയായിരുന്നു. ജിമ്മി എന്നു പേരുള്ള ഒരാൾ. അത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. ആ തുമ്പിക്കൈ കൊണ്ട് അടിയേറ്റയാൾക്ക് നല്ല രീതിയിൽ ശാരീരിക ക്ഷതമേൽക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ സെബാസ്റ്റ്യനും സുഹൃത്തുക്കളും വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോഴുണ്ടായിരുന്ന അപകടമുണ്ടാകുന്നത്. അതിൽ സെബാസ്റ്റ്യനാണ് കാട്ടാനക്കൂട്ടത്തിൻ്റെ മുന്നിൽപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ 2 പേരുടെ കൂടി മരണം റിപ്പോർട്ട് ചെയ്യുന്നു. തീർത്തും ദുഷ്കരമായ ഒരു സാഹചര്യം തന്നെയാണ് അതിരപ്പള്ളിയുടെ വനമേഖലയിൽ നിലനിൽക്കുന്നത്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളി മേഖലയിൽ കാട്ടാനാക്രമണത്തിൽ 2 പേരാണ് മരിച്ചത്. അംബിക, സതീഷ് എന്നിവരാണ് മരിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ശാസ്തംഭൂവം ഉന്നതിയിലെ താമസക്കാരാണിവർ. വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയതായിരുന്നു. 4 അംഗ സംഘം കാട്ടിലേക്ക് പോയി. അവിടെ വിശ്രമിക്കുന്നതിനിടെ കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി, അതായത് വിഷുവിന്റെ തലേന്ന് രാത്രിയും അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. അടിച്ചിൽ തൊട്ടി മേഖലയിലെ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് അന്ന് കാട്ടാനയുടെ മുന്നിൽപ്പെട്ട് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. സെബാസ്റ്റ്യനും തേൻ ശേഖരിച്ച് തിരിച്ചു വരുമ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. അങ്ങനെ അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണവും കാട്ടാന ചവിട്ടി മനുഷ്യർ മരിക്കുന്നതുമൊക്കെ ഇപ്പോൾ തുടർക്കഥയാവുകയാണ്. ഡാനി, ഈ തേനെടുക്കുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് സ്വാഭാവികമായും ഇവരുടെ ഏക വരുമാന മാർഗം ഇതാണ്. ഇങ്ങനെ ജീവിക്കുന്നവരാണ്. അവർക്ക് കാട്ടിലേക്ക് പോകാതിരിക്കാനോ ഇത് എടുക്കാതിരിക്കാനോ പറ്റുകയുമില്ല. ഇത് ഇങ്ങനൊരു തുടരെ അക്രമങ്ങൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് വനം വകുപ്പൊക്കെ പറയുന്നത്?
ശ്രീജ, ഇതിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് അതിരപ്പള്ളി വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ ആ സമയത്ത് നമുക്കറിയാം. കാരണം നേരത്തെ ആ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ചികിത്സിക്കുന്നതിന് വേണ്ടി അന്ന് ഒരു ദൗത്യം നടന്നിരുന്ന സമയത്ത് കൂടുതൽ സമയം നമ്മളവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അവിടെ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഏതാണ്ട് ഇവരുടെ ഒരു വിഹാര കേന്ദ്രം എന്നെല്ലാം പറയാവുന്നതാണ്. ഏത് സമയത്തും അവിടെ ആനയെ പ്രതീക്ഷിക്കാവുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം തന്നെ അവിടെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇതിനെങ്ങനെ സത്യത്തിൽ ഇത് എങ്ങനെയാണ് നിയന്ത്രിക്കുക എന്നത് സംബന്ധിച്ച് വ്യക്തമായൊരു പദ്ധതിയൊന്നും തന്നെ വനംവകുപ്പിനില്ല എന്ന് തന്നെ പറയാം. കാരണം ഇത് കൂട്ടത്തോടെ ഇറങ്ങി വരുന്ന ആ കേന്ദ്രങ്ങളായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇവരുടെ ഒരു കേന്ദ്രമായി മാറുന്ന ആ പ്ലാന്റേഷൻ കോർപ്പറേഷൻ മേഖലയാണ്. അവിടെ നിന്ന് ഈ പന അതിൻ്റെ ഇഷ്ടവിഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ വരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കുമ്പോൾ പറയുന്നത് ജനവാസ മേഖലകളിലേക്ക് ഇപ്പോൾ കൂടുതൽ ഇറങ്ങി വരാനുള്ള ഒരു സാഹചര്യം എല്ലാം തന്നെ നിൽക്കുന്നത് അവർക്ക് ഈ ചക്ക കൂടുതലായിട്ടുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ചില കാരണങ്ങളായിട്ട് അവർ അത് പറയുന്നതാണ്. ഇതെല്ലാം തന്നെ കൂട്ടത്തോടെ എത്തുന്നു, പലയിടങ്ങളിലേക്കും അന്വേഷിച്ചെല്ലാം തന്നെ എത്തുന്നു. പക്ഷേ ഇത് ആദിവാസി മേഖലകളിലേക്കെല്ലാം ധാരാളമായിട്ട് ഇപ്പോൾ എത്തുന്നു. ജനവാസ കേന്ദ്രങ്ങളിലേക്കെല്ലാം കൂടുതലായിട്ട് ഇറങ്ങി വരുന്നു. സ്വാഭാവികമായും തന്നെയും ഇതിനെ നിയന്ത്രിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടി വരുന്നുണ്ട്. അതായത് വൈദ്യുതി വേലി അടക്കമുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് എല്ലാവരും തന്നെ ഉയർത്തി കാണിക്കുന്നത്. പക്ഷേ ഇത് മുഴുവനായിട്ടും അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നതല്ല എന്ന് വനംവകുപ്പ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു.